ഒരു കാട്ടിലെ ആനയുടെ ഒരു ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. അത് നമ്മുടെ സാധാരണ ഇന്ത്യയിൽ കാണുന്ന ആനയല്ല, ആഫ്രിക്കൻ വനാന്തരങ്ങൾ കാണുന്ന ആ വിധത്തിലുള്ള ആനയുടെ ചിത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ക്യാൻവാസിലാണ്. ആദ്യം HB പെൻസിൽ കൊണ്ട് ആനയുടെ ചിത്രം ഞാൻ സ്കെച്ച് ചെയ്യുകയാണ്. എന്നിട്ട് ഉപയോഗിച്ച കളർ അക്രലിക് കളറാണ്. അക്രലിക് കളറിൻ്റെ ബ്രൗണും യെല്ലോയും റെഡ് അങ്ങനെയുള്ള കളറുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അക്രലിക് കളറിൽ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ വേഗത്തിൽ ചെയ്താലേ വർക്ക് ഫിനിഷ് ആവാൻ പറ്റുകയുള്ളൂ. അതിനാൽ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ വേഗത. മീഡിയം അക്രലിക് കളറാണെങ്കിലും മീഡിയം വാട്ടർ തന്നെയാണ്. വാട്ടർ കളറിൻ്റെ അതേ രീതിയാണെങ്കിലും വേഗത കുറച്ച് കൂട്ടിയാണ് ഉപയോഗിക്കേണ്ടത്. ഞാനിതിന് ഉപയോഗിച്ചത് നമ്പർ 5 ഒരു ഫ്ലാറ്റ് ബ്രഷും നമ്പർ 5 തന്നെ ഒരു റൗണ്ട് ബ്രഷുമാണ്. ഈ ആനയുടെ ചിത്രം ഒരു വനാന്തര ചിത്രത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഫോട്ടോ കിട്ടിയത് നോക്കിയാണ് ഞാൻ വരയ്ക്കുന്നത്. ഈ ചിത്രരചന കാണുന്ന എല്ലാവരും ചിത്രരചനയ്ക്ക് താല്പര്യമുള്ളവരായാണ്. അതുകൊണ്ട് ആകിലും നന്നായി വിലയിരുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലും എൻ്റെ ഈ ചാനലിലേക്ക് അത് കമൻ്റായി സെൻഡ് ചെയ്യുക. ഇത് ഫ്ലാറ്റ് ബ്രഷ് ഞാൻ പറഞ്ഞ നമ്പർ 5 റൗണ്ട് ബ്രഷും നമ്പർ 5 ഒരു പാലറ്റിൽ ഈ കളർ മിക്സ് ചെയ്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. അക്രലിക് കളറിൻ്റെ കുപ്പികളാണ് കളർ, ട്യൂബല്ല. അതുകൊണ്ട് തന്നെ അത് കുപ്പി തുറന്നു വെച്ച് അതിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നത് കൊണ്ട് അധികം വേസ്റ്റ് ആകുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇത് ചിത്രരചന താല്പര്യമുള്ള എല്ലാവരും കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ചിത്രരചന താല്പര്യമുള്ള മറ്റ് ആളുകൾക്കോ അയക്കാൻ ശ്രമിക്കുക. എല്ലാവരും ഇത് കാണട്ടെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട രീതികളെല്ലാം ഞാൻ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഡാർക്കുകൾ വരേണ്ട സ്ഥലത്ത് ഡാർക്ക് ബ്രൗണും ഓറഞ്ച് പോലെ കുറച്ചുകൂടെ ലൈറ്റായ അല്ലെങ്കിൽ തന്നെ ബ്രൗണിൻ്റെ തന്നെ ലൈറ്റ് ബ്രൗണും ഉണ്ട്. രണ്ടും കൂടെ മിക്സ് ചെയ്ത് യെല്ലോയും കൂടെ മിക്സ് ചെയ്താണ് ലൈറ്റായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും മനസ്സിൽ വരും. എന്തുണ്ടെങ്കിലും അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. ഇനിയുള്ള എൻ്റെ ചിത്രരചനകളിലൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഒരു പ്രധാന വിഷയമായി കണക്കാക്കി ഞാൻ ചെയ്യുന്നതാണ്. അതിനാൽ അഭിപ്രായം മനസ്സിൽ കരുതിയാൽ പോരാ, കമൻ്റായിട്ടും എനിക്ക് അയയ്ക്കുക. അതുപോലെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. അവരും സബ്സ്ക്രൈബ് ചെയ്യാൻ അവരോടും
നിർദ്ദേശിക്കുക. ഒരു ചിത്രരചനയുടെ രീതികൾ മനസ്സിലാക്കാനുള്ള രീതിയിലാണ് ഞാൻ അത് വരച്ചിട്ടുള്ളത്. ശ്രദ്ധയോടെ കാണുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നതാണ്. അതുമാത്രമല്ല, അക്രിലിക് കളറാണ് ഞാൻ പറഞ്ഞല്ലോ, ഉപയോഗിക്കേണ്ട ബ്രഷുകൾ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ ഉപയോഗിച്ച് ഇത് വരയ്ക്കാൻ ശ്രമിക്കാവുന്നതാണ്. ഈ ചിത്രരചന കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ പേര് കരുൺ കുര്യാത്തി, ചിത്രകലാധ്യാപകനാണ്. ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് അയയ്ക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയയ്ക്കുക, ഷെയർ ചെയ്യുക. വീക്ഷിച്ച എല്ലാവർക്കും 1000 നന്ദി.